ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ നമ്മൾ നോക്കി എന്താണ് ഫ്രീ കൺസെൻറ്റ് നോക്കി. അതിൽ ഒരു എപ്പോഴാണ് കൺസെൻറ്റ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ കോയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഇങ്ങനെയൊന്നും അല്ലാതെയാണ് നിങ്ങളൊരു കൺസെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ കൺസെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ കൺസെൻറ്റ്. അതിൽ ഫസ്റ്റത്തത് കഴിഞ്ഞിട്ടുണ്ട് കൊയേഷൻ. കൊയേഷൻ എന്തായിരുന്നു? അതിൻ്റെ ഡെഫിനേഷൻ ശരിക്കും പഠിച്ചു വെക്കുക. എന്തായിരുന്നു? അക്കോർഡിംഗ് ടു സെക്ഷൻ 15, കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് ഓർ unlawful detaining or threatening to detain any property belonging to a person with the intention of causing any person to enter into an agreement. Okay. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെർ ദ കൺസെൻറ്റ് ഓഫ് ദ കോൺട്രാക്ട് ഇസ് ഒബ്റ്റെയിൻ ത്രൂ കൊയേഷൻ, ദ കോൺട്രാക്ട് ഇസ് voidable at the option of the party whose consent was so caused. But the benefits received must be returned if contract is made void. അഥവാ ഏതെങ്കിലും ആരുടെ കൺസെൻ്റ് ആണോ ഫ്രീ അല്ലാതെ കിട്ടിയിട്ടുള്ളത് അയാളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഇത് വോയിഡബിൾ ആക്കാം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കോർട്ട് പറയാണ് കിട്ടിയ എല്ലാ ബെനിഫിറ്റ്സും റിട്ടേൺ ചെയ്യാൻ പറയുകയാണെങ്കിൽ അപ്പോഴെന്തായി തീരും? ദിസ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. ഓക്കെ. അപ്പം ഈ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്, ഡ്യൂറസ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് സെയിം ലൈക്ക് കൊയേഷൻ. but duress is used in English law and it is similar to coercion in Indian law. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡ്യൂറസ് എന്നുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ കോയേഷൻ, ഡ്യൂറസ് ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിക്കാം. അപ്പോൾ ദ ടേം duress is used in an English law which is similar to the coercion in Indian law. Okay, so duress means threat by one person to another with a view to obtain the consent of the contract. Okay, അപ്പം കോൺട്രാക്റ്റിൽ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഇംഗ്ലീഷ് ലോയിൽ എന്ത് പറയുന്നത്? ഡ്യൂറസ്. എന്താണ്? ത്രെറ്റ് ബൈ വൺ പേഴ്സൺ ടു അനദർ with a view to obtain the consent to the contract. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഈ രണ്ട് സാധനങ്ങളും, കൊയേഷൻ ആൻഡ് ഡ്യൂറസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഡിഫറൻസ് ഇസ് കൊയേഷൻ മേ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഇൻക്ലൂഡിങ് സ്ട്രേഞ്ചർ. മനസ്സിലായല്ലോ? കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് തേർഡ് പാർട്ടി ആവണം, പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ചിലപ്പം ഞാനും ഒരാളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൽ ചിലപ്പം ഈ ഒരു കൊയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താക്കാം എന്നാ പറയുന്നത്, അയാളുടെ മോളെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്താം. അപ്പോൾ കൊയേഷൻ മേ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ സ്ട്രേഞ്ചർ. പക്ഷേ ഡ്യൂറസ് ഉണ്ടല്ലോ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് the life or liberty of the person to contract or members of his family only. Okay. Second difference is coercion may proceed from any person irrespective of the fact whether he is a party to the contract or not. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെതിരെ വേണമെങ്കിലും എന്താക്കാം, ഇൻക്ലൂഡിങ് എ സ്ട്രേഞ്ചർ കൊയേഷൻ ക്യാൻ ബി പ്രൊസീഡ് എന്നാണ് പറയുന്നത്. ബട്ട് ഡ്യൂറസ് മസ്റ്റ് പ്രൊസീഡ് ഓൺലി ഫ്രം ദ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ ദ ഏജൻറ്റ്. ആദ്യം പറയുന്നത് ആർക്കെതിരെ വേണമെങ്കിലും ചെയ്യാം, രണ്ടാമത്തത് പ്രൊസീഡ് ചെയ്യുന്നതാട്ടോ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ തോന്നിയേക്കാം. ഓക്കെ. തേർഡ് ഡിഫറൻസ്, അൺലോഫുൾ ഡിറ്റക്ഷൻ ഓഫ് ഗുഡ്സ് ഇസ് കൊയേഷൻ. പ്രോപ്പർട്ടി എന്ത് വേണമെങ്കിലും അൺലോഫുള്ളായിട്ട് ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊയേഷനാണ്. സോ അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ഇസ് കൊയേഷൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡ്യൂറസ്. ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, വേറൊരാളെ എന്തെങ്കിലും ഒരു ഭീഷണിയാണ് അവിടെ വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് എന്താ പറയുക, ഇങ്ങനെ ഗുഡ്സ് ഡിറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയില്ല, ഡ്യൂറസ് എന്ന് പറയില്ല. ദാറ്റ് ഇസ് കൊയേഷൻ. ഓക്കെ. The last difference is it is not compulsory that coercion should cause immediate violence, but duress must be such as to cause immediate violence. അപ്പം നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ
കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ലോ, അല്ലെങ്കിൽ ഡീറ്റെയിനിങ് അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് അനദർ, അല്ലെങ്കിൽ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊയേഷനിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താവുന്ന പറയുന്നത് ഇങ്ങനെ, അത് ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു ഇമ്മീഡിയറ്റ് ഇറ്റ് നീഡ് നോട്ട് കോസ് ഇമ്മീഡിയറ്റ് വയലൻസ് എന്നാണ് പറയുന്നത്. ബട്ട് ഡ്യൂറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് ഇറ്റ് മസ്റ്റ് കോസ് ഇമ്മീഡിയറ്റ് വയലൻസ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് പോവാണ്. ഒരു കൺസെൻറ്റ് ഫ്രീ ആവണമെങ്കിൽ അത് ഏത് വഴിക്ക് കിട്ടിയതാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ, വെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്ട് ഇസ് സച്ച് ദാറ്റ് one of the parties can dominate the will of the other and uses that position to claim an unfair advantage over the other. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ കോൺട്രാക്ട് ഇസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതായത് ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു, അയാളുടെ പൊസിഷൻ വെച്ചിട്ട്, മനസ്സിലായല്ലോ, അയാളുടെ പൊസിഷൻ യൂസ് ചെയ്തിട്ട് വീക്ക് പാർട്ടീനെ എന്താക്കുന്നു, മറ്റേ പാർട്ടി വീക്ക് ആയിരിക്കും, ആ വീക്ക് പാർട്ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ടൊരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, ഒരു ഡോക്ടറും പേഷ്യൻറ്റുമാണ്. ചില ഡോക്ടർമാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഓപ്പറേഷനൊക്കെ വേണമെന്നിട്ട് സർജറി നടത്തണമെങ്കിൽ അവരെ വീട്ടിൽ പോയി കണ്ട് ഈ ഇതൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ശരിക്കും അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചിലവർ എന്ത് ചെയ്യും, അത് കിട്ടിയിട്ടില്ല ആ രോഗികളെ മൈൻഡ് ചെയ്യില്ല, മനസ്സിലായല്ലോ. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഡോക്ടർ ഇയാളുടെ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് അയാൾ എന്താക്കുന്നു, ഒരു വീക്ക് മൈൻഡ്, അവിടെ അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു വീക്ക് മൈൻഡിനെ എന്താക്കുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ പറയുന്നുണ്ടാവും, ഇപ്പം നല്ല ഏരിയയിലൊക്കെ ഒരു സ്ഥലമുള്ള ഒരാളാണെങ്കിൽ അവരോട് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവും ഈ സ്ഥലം വിൽക്കുന്നോ എന്നൊക്കെ, മനസ്സിലായോ. അപ്പം വിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ഡോക്ടർമാരുടെ, എല്ലാവരും അല്ലേ ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറയണം, ആ സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരികയാണെങ്കിൽ ഞാൻ ചെയ്യാം, മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, അവിടെ ആ ഡോക്ടർ അയാളുടെ ഒരു പൊസിഷൻ യൂസ് ചെയ്യുക ചെയ്യുന്നത്, ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീക്ക് മൈൻഡിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയുള്ള പാർട്ടീസ് ആയിരിക്കും വേർ ദ പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്റ്റ് ആർ ചിലപ്പം സ്പിരിച്വൽ അഡ്വൈസർ ആൻഡ് ഇസ് ഡിവോട്ടി. അങ്ങനെയൊക്കെയുള്ള കേസിൽ എന്താ വരുന്നത് വെച്ചാൽ ലോയർ ആൻഡ് ക്ലയൻറ്റ്, അതേമാതിരി ഗുരു ആൻഡ് ഡിസൈപ്പിൾ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഡെഫിനിഷൻ ആദ്യം പറയാം. സെക്ഷൻ 16 ക്ലോസ് 1 ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കുക. എ കോൺട്രാക്ട് ഇസ് സെറ്റ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് where the relations subsisting between the parties are such that one of the parties is in a position to dominate the will of the other and uses that position to obtain an unfair advantage over the other. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വഴിയാണ് ഒരു കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് സെറ്റ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എപ്പോഴാണെന്നാണ് പറയുന്നത്, ഇവർ തമ്മിലുള്ള റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, വേർ ദ റിലേഷൻസ് സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദി പാർട്ടീസ് ഇസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ. അതിൽ ഒരു പാർട്ടി, അതായത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ മാത്രമേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നത്, ഒരു പാർട്ടി എങ്ങനെയായിരിക്കും, ഭയങ്കര പൊസിഷനിലിരിക്കുന്ന ആളായിരിക്കും, അയാളുടെ ആ പൊസിഷൻ വെച്ച് അത് യൂസ് ചെയ്തുകൊണ്ട് അയാൾ എന്താക്കുന്നു, ഈസ് ഡോമിനേറ്റിംഗ് ദ വിൽ ഓഫ് ദി അതർ. ഓക്കെ, ആൻഡ് ടേക്കിംഗ് എൻ അൺഫെയർ അഡ്വാൻറ്റേജ്. അങ്ങനെ എടുത്തിട്ട് കോൺട്രാക്റ്റിൽ എന്താക്കുന്നു, അവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കലാണ്.
അപ്പം എന്തൊക്കെയാണ് എസെൻഷ്യൽസ് നോക്കാം. എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റിലേഷൻഷിപ്പ് അങ്ങനെയായിരിക്കണം. അതായത് ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ. ഓക്കെ, ഇനി ദ ഡോമിനൻറ്റ് പാർട്ടി ഷുഡ് ഒബ്റ്റെയിൻ എൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. ഡോമിനൻറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഡോക്ടർ ആയിരിക്കും. അപ്പോൾ ആ ഡോമിനൻറ്റ് പാർട്ടിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, then third one, the dominant party must use his dominant position to obtain that unfair advantage. ആ ഒരു മർമ്മത്തിൽ നോക്കി പിടിക്കുക ചെയ്യുന്നത്. അന്ന് പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞിട്ടില്ല, അയാൾ മരിച്ചു പോകും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ആ ഡോമിനൻറ്റ് പാർട്ടി, ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു? യു മസ്റ്റ് യൂസ് ഹിസ് ഡോമിനൻറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദാറ്റ് അൺഫെയർ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക, എന്തൊക്കെയാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പഠിക്കുക. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഏതൊക്കെ റിലേഷൻഷിപ്പിലാണ്? റിലേഷൻഷിപ്സ് വെയർ undue influence is presumed. ഞാൻ പറഞ്ഞത് കുറച്ചെണ്ണൊക്കെ. There are certain relationship in which it would be presumed that one party is in a position to dominate the will of the other party. ഏതൊക്കെയാണെന്ന് നോക്കാം. Parent and child, guardian and ward, trustee and beneficiary, advocate and client, doctor and patient, guru and disciple are some of the examples of such relations. ഈ കേസസിലൊക്കെയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ പൊസിഷൻ യൂസ് ചെയ്തും കൊണ്ട് അവർ മറ്റേ പാർട്ടീനെ സ്വാധീനിക്കും. ഓക്കെ, എന്നിട്ട് അവർ കോൺട്രാക്റ്റിൽ ഒപ്പുവെപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. വെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇസ് സസ്പെക്റ്റഡ്, ഇനി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കോടതി ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ്. ഇൻ ദ ഫോളോയിങ് കേസസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇസ് സസ്പെക്റ്റഡ്. എപ്പോഴൊക്കെയാണ്? ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. ചിലപ്പം 1 കോടി വില മതിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, അത് 10 ലക്ഷത്തിനൊക്കെ ഡോക്ടർ ചിലപ്പോൾ കൈക്കലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവിടെ ഒരു സംശയം വരാം. അപ്പോൾ ഏതാ? ഫസ്റ്റ് കേസ് ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. സെക്കൻഡ് കേസ് ഇൻഈക്വാലിറ്റി ബിറ്റ്വീൻ ദ പാർട്ടീസ് ആസ് റിഗാർഡ്സ് ഏജ്, സ്റ്റേറ്റസ് എക്സെട്ര. അതായത് കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടീസ് തമ്മിലില്ലേ, അവർ തമ്മിൽ എന്തുണ്ടാവാം? ഇൻഈക്വാലിറ്റി ഉണ്ടാവാം. ഒന്നുകിൽ ഏജിലോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റസിലൊക്കെ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ തോന്നും ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എത്താനുള്ള ചാൻസ് കുറവാണല്ലോ. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു സമയത്ത് സംശയം വരാനുള്ളത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഓക്കെ, സോ ദീസ് ആർ ദ കേസസ് വെയർ വെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇസ് സസ്പെക്റ്റഡ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക.